Welcome to all. Today we are going to discuss about extraction of iron. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം മെറ്റൽസ് എർത്ത് ക്രസ്റ്റിൽ അവയുടെ പ്യുവർ ഫോമിലായിരിക്കില്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. മെറ്റൽസ് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ വാരിയസ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. ദ വാരിയസ് കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽസ് ഫൗണ്ട് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ആർ കോൾഡ് മിനറൽസ്. ഓക്കെ, ഇനി എന്താണ് ഒരു ഓർ എന്ന് പറയുന്നത്? ഒരു മെറ്റലിൻ്റെ ഓർ എന്ന് പറയുന്നത് എന്താണ്? മിനറൽ ഫ്രം വിച്ച് മെറ്റൽ ക്യാൻ ബി ഇക്കണോമിക്കലി ആൻഡ് കൺവീനിയൻ്റ് എക്സ്ട്രാക്റ്റഡ് ഈസ് കോൾഡ് ഓർ. അതായത് ഒരു മെറ്റലിന് ഡിഫറെൻറ്റ് ഓർസ് ഉണ്ടായിരിക്കും, ഒരു മെറ്റലിന് ഡിഫറെൻറ്റ് മിനറൽസ് ഉണ്ടായിരിക്കും. ഇതിൽ ഏത് മിനറലിൽ നിന്നാണോ നമുക്ക് ആ മെറ്റലിനെ ഏറ്റവും എളുപ്പത്തിൽ ഇക്കണോമിക്കലി ആൻഡ് കൺവീനിയൻ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ആ മിനറലിനെയാണ് നമ്മൾ ആ പർട്ടിക്കുലർ മെറ്റലിൻ്റെ ഓർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അയണിൻ്റെ എക്സ്ട്രാക്ഷനാണ്. അയണിൻ്റെ ഓർസാണ് ഹാമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. ഇതിൽ ഹാമറ്റൈറ്റ് എന്ന ഓറിൽ നിന്നാണ് നമ്മൾ അയണിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ അയണിൻ്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റെപ്സിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അയൺ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഹാമറ്റൈറ്റ്. ഹാമറ്റൈറ്റിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് അയണിനെ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഓറിൻ്റെ കോൺസെൻട്രേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്? ഓർ ഈസ് വെൽ ക്രഷ്ഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ബൈ ഗ്രാവിറ്റി സെപ്പറേഷൻ മെത്തേഡ് ടു റിമൂവ് ഇംപ്യൂരിറ്റീസ് ലൈക്ക് സാൻഡ്, ക്ലേ എക്സെട്ര. അതായത് ഓറിനെ നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്യും, അതിനുശേഷം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ബൈ ഗ്രാവിറ്റി സെപ്പറേഷൻ മെത്തേഡ്. ഗ്രാവിറ്റി സെപ്പറേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഗ്രാവിറ്റി സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇംപ്യൂരിറ്റീസിനെ നമുക്കതിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ മാസ് അനുസരിച്ചിട്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെയാണ് മാസ് അനുസരിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം? അതായത് ഹയർ മാസുള്ള കോമ്പൗണ്ട്സ് ആണെങ്കിൽ, ഹയർ മാസുള്ള ഇംപ്യൂരിറ്റീസ് ആണെങ്കിൽ അത് താഴ്ഭാഗത്ത് വന്ന് കിടക്കും. അപ്പോൾ നമുക്കതിനെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഗ്രാവിറ്റി സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാൻഡ്, ക്ലേ അങ്ങനത്തെ ഇംപ്യൂരിറ്റീസൊക്കെ നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽസിനേഷനാണ്. എന്താണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്? ഓർ ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി ഇൻ പ്രസൻസ് ഓഫ് എയർ ടു റിമൂവ് മോയ്സ്ചർ ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് സച്ച് ആസ് സൾഫർ, ആർസനിക് ആൻഡ് ഫോസ്ഫറസ്. ഓക്കെ, അതായത് കാൽസിനേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഓറിനെ നമ്മൾ സ്ട്രോങ്ലി ഹീറ്റ് ചെയ്യും. എങ്ങനെയാണ് സ്ട്രോങ്ലി ഹീറ്റ് ചെയ്യുന്നത്? എയറിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ഈ ഓറിനെ സ്ട്രോങ്ലി ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിലത്തെ മോയ്സ്ചറും അതുപോലെ തന്നെ വളറ്റൈലായിട്ടുള്ള ഇംപ്യൂരിറ്റീസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കാൽസിനേഷൻ. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് റിഡക്ഷൻ ഓഫ് ഓർ, ഓറിൻ്റെ റിഡക്ഷൻ. ഈ റിഡക്ഷൻ ഓഫ് ഓർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ആൻഡ് ദിസ് റിഡക്ഷൻ ഓഫ് ഓർ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിലാണ് നമ്മൾ റിഡക്ഷൻ ഓഫ് ഓർ എന്ന് പറയുന്ന സ്റ്റെപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഈ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്? ബ്ലാസ്റ്റ് ഫർണസ് ഇസ് എ ടോൾ സിലിണ്ടറിക്കൽ ഫർണസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ ലൈൻ വിത്ത് ഫയർ ബ്രിക്സ്. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസിൻ്റെ പിക്ചർ നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. ഇനി ബ്ലാസ്റ്റ് ഫർണസ് നമ്മൾ എങ്ങനെയാണ് ഹീറ്റ് ചെയ്യുന്നത്? ഹീറ്റഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് ഹോട്ട് എയർ ഫ്രം ദ ബോട്ടം ഓഫ് ദ ഫർണസ്. അതായത് ഫർണസിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ ഹോട്ട് എയർ കണ്ടിന്യൂസ്ലി പാസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലാസ്റ്റ് ഫർണസിനെ ഹീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ കാൽസിനേറ്റഡ് ഓറിനെ ലൈംസ്റ്റോണും കോക്കായിട്ട് മിക്സ് ചെയ്യും. ഈ ലൈംസ്റ്റോണും കോക്കായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കാൽസിനേറ്റഡ് ഓറിനെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും ബ്ലാസ്റ്റ് ഫർണസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും, മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ ഓർ, ലൈംസ്റ്റോൺ ആൻഡ് കോക്ക് മിക്സ്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബ്ലാസ്റ്റ് ഫർണസിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ മോൾട്ടൻ ഫോം ഓഫ് അയണിനെ കളക്ട് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ സോളിഡ് വേസ്റ്റിനെ കളക്ട് ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഡിഫറെൻറ്റ് റീജിയണിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ആണ്. ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ റീജിയണിൽ ഡിഫറെൻറ്റ് റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അതതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഓരോ റീജിയണിലും നടക്കുന്ന റിയാക്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. എന്തൊക്കെയാണ് റിയാക്ഷൻസ് നടക്കുന്നത്? ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് നോക്കാം. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ താഴ്ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റ് ദ ബോട്ടം ഹോട്ട് എയർ ബേൺസ് കോക്ക് ടു CO2 റിലീസിങ് ഹീറ്റ് എനർജി. അതായത് കോക്ക് ബേൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്ന റിയാക്ഷനാണ് താഴ്ഭാഗത്ത് നടക്കുന്നത്. ഇവിടെ ഫോം ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കോക്കിൻ്റെ ലെയേഴ്സായിട്ട് ഇൻട്രാക്ഷനിൽ വന്നിട്ട് അത്
റിഡക്ഷൻ നടന്ന് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. CO2 gas formed rises up and comes into contact with the layers of coke and gets reduced to CO. Okay. Then next reaction എന്ന് പറയുന്നത് സ്ലാഗ് ഫോർമേഷൻ റിയാക്ഷൻ ആണ്. അത് നടക്കുന്നത് സ്ലാഗ് ഫോർമേഷൻ സോണിലാണ്. അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് കൊടുത്തിട്ടുണ്ട് 1070 Kelvin to 1270 Kelvin. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് സ്ലാഗ് ഫോർമേഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഫസ്റ്റ് ലൈം സ്റ്റോൺ ഡിക്കമ്പോസ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നുണ്ട്. ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് CaCO3 ഗീവ്സ് CaO ആൻഡ് CO2. ഓക്കെ, അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള CaO നമ്മുടെ ഇമ്പ്യൂരിറ്റി ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് സ്ലാഗ് ഫോർമേഷൻ നടക്കുന്നു. ഓക്കെ, ഇവിടെ CaO നമ്മൾ ഫ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. ദെൻ ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള SiO2 നമ്മൾ ഗ്യാങ് എന്ന് പറയും. ഫ്ലക്സും ഗ്യാങ്ങും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ സ്ലാഗ് ഫോം ചെയ്യുന്നു. CaSiO3 കാൽഷ്യം സിലിക്കേറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, അതാണ് തേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ അപ്പർ പാർട്ട് ഓഫ് ദ ഫർണസിലാണ് റിഡക്ഷൻ റിയാക്ഷൻസ് നടക്കുന്നത്. ഇവിടെ താരതമ്യേന ടെമ്പറേച്ചർ കുറവായിരിക്കും. അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 500 to 800 Kelvin ആണ്. അപ്പോൾ അതിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. Fe2O3 റിഡക്ഷൻ നടന്നിട്ട് FeO ആയിട്ട് മാറുന്നുണ്ട്. ദെൻ Fe2O3 വീണ്ടും Fe3O4 ആയിട്ട് മാറുന്നുണ്ട്. Fe3O4 റിഡക്ഷൻ നടന്നിട്ട് അയൺ ആയിട്ട് മാറുന്നുണ്ട്. ദെൻ FeOK റിഡക്ഷൻ നടന്നിട്ട് അയൺ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 4 റിയാക്ഷൻസ് കെമിക്കൽ റിയാക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വാട്ട് ഈസ് പിഗ് അയൺ. എന്താണ് പിഗ് അയൺ എന്ന് പറയുന്നത്? നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് കണ്ടപ്പോൾ കണ്ടിരുന്നതാണ്. റൈറ്റ് സൈഡിൽ നമ്മൾ പിഗ് അയണിനെ കളക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ പിഗ് അയൺ എന്ന് പറയുന്നത്? മോൾട്ടൺ അയൺ ഫോം വിത്ത് ദ ബ്ലാസ്റ്റ് ഫർണസ് കണ്ടെയ്ൻസ് 4% carbon along with other impurities such as sulfur, silicon, phosphorus, manganese, etc. ഓക്കെ, ഈ ഒരു ഇംപ്യൂർ ഫോം ഓഫ് അയണിനെയാണ് മോൾട്ടൺ സ്റ്റേറ്റിലാണ്, അതായത് ഉരുക്കിയ അവസ്ഥയിലുള്ള ഇംപ്യൂർ ഫോം ഓഫ് അയണിനെയാണ് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന അയണിനെയാണ് നമ്മൾ പിഗ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഏകദേശം 4% കാർബൺ കണ്ടൻറ്റ് ആയിരിക്കും. ദെൻ എന്താണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്? കാസ്റ്റ് അയൺ ഈസ് മെയ്ഡ് ബൈ മെൽറ്റിംഗ് പിഗ് അയൺ വിത്ത് സ്ക്രാപ്പ് അയൺ ആൻഡ് കോക്ക് യൂസിങ് ഹോട്ട് എയർ ബ്ലാസ്റ്റ്. നമുക്ക് കിട്ടുന്ന പിഗ് അയണിനെ സ്ക്രാപ്പ് അയണും കോക്കും കൂടി ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് പിഗ് അയണിനെ അപേക്ഷിച്ചിട്ട് ലോവർ കാർബൺ കണ്ടൻ്റ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. അതൊക്കെയാണ് കാസ്റ്റ് അയണിൻ്റെ സ്പെഷ്യാലിറ്റീസ്. ദെൻ വാട്ട് ഈസ് റോട്ട് അയൺ? ഇറ്റ് ഈസ് പ്യുവറസ്റ്റ് ഫോം ഓഫ് അയൺ. അയണിൻ്റെ പ്യുവറസ്റ്റ് ഫോമാണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ റിഫൈനിങ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയണിനെ റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ റോട്ട് അയൺ ഉണ്ടാക്കുന്നത്. കാസ്റ്റ് അയൺ ഈസ് ഹീറ്റഡ് വിത്ത് ഹാമറ്റൈറ്റ് സോ ദാറ്റ് ദ ഇമ്പ്യൂരിറ്റീസ് സച്ച് എസ് കാർബൺ ആർ ഓക്സിഡൈസ്ഡ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ കാസ്റ്റ് അയണെ റിഫൈൻ ചെയ്തിട്ട് റോട്ട് അയൺ ആക്കി മാറ്റുന്നത്? കാസ്റ്റ് അയണിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു വിത്ത് ഹാമറ്റൈറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഓക്സിഡൈസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ റിയാക്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Fe2O3 ഹാമറ്റൈറ്റ് പ്ലസ് കാർബൺ ദാറ്റ് ഈസ് കാസ്റ്റ് അയൺ ഗിവിങ് 2Fe പ്ലസ് 3CO. ഓക്കെ, ദെൻ ഈ റോട്ട് അയൺ എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, മാലിയബിൾ ആണ് ആൻഡ് ഡക്റ്റൈൽ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ചെയിൻസ്, ആങ്കേഴ്സ്, ബോൾസ് ആൻഡ് നെയിൽസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആയിരുന്നു. ദെൻ കാൽസിനേഷൻ, പിന്നെ റിഡക്ഷൻ ഓഫ് ഓർ ആണ്. റിഡക്ഷൻ ഓഫ് ഓർ നടക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസിലാണ്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഡിഫറെൻറ്റ് സോൺസിൽ നടക്കുന്ന റിയാക്ഷൻസ് നമ്മൾ പഠിക്കുക. ദെൻ വാട്ട് ഈസ് പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ. നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്യുവറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് റോട്ട് അയൺ. ഫൈനലി നമുക്ക് കിട്ടുന്ന പ്യുവറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, റോട്ട് അയൺ ആണ് കൂടുതൽ അപ്ലിക്കേഷൻസ് ഉള്ളത്. അതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ ഫൈനലി പറഞ്ഞിരുന്നു. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.